ഹായ് ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് യൂട്യൂബ് ഇൻട്രോ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. എൻ്റെ സെയിം ഇൻട്രോയാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെർച്ചിൽ പോയിട്ട് യൂട്യൂബ് ഇൻട്രോ എന്നും പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇൻട്രോയുടെ ഇത് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് തന്നെ എൻ്റെ ഫസ്റ്റാണ്, നിങ്ങളുടെ ഇനി സ്ക്രോൾ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫസ്റ്റ് ആണെന്ന് ഇത് കണ്ടോ, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ വെൽക്കം ഞാനിപ്പോൾ കളയുന്നില്ല. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് താഴത്തുള്ള റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോയിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഡൺ കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ്. അതിനകത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് കൊടുത്ത് ഫോട്ടോ സെറ്റ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. ഇനി മൂന്നാമത്തേലോട്ട് പോവാം. ഇവിടെയും ഫോട്ടോയും നെയിമും സെറ്റ് ചെയ്യാനുണ്ട് മൂന്നാമത്തേൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാം. അതിന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ മേളിലൊരു നെയിം ഉണ്ടല്ലോ, ആ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തുള്ള എഡിറ്റിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. താഴത്തുള്ള എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് ആ നെയിം ഫുള്ള് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ എന്താണ് നമുക്കവിടെ യൂട്യൂബ് നെയിം അത് നമുക്കവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നാലാമത്തേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫോട്ടോയും നെയിമും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അഞ്ചാമത്തേലോട്ട് പോകണം. അതിന് മുന്നേറ്റ് ഫോട്ടോയും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അതും കൂടെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതും കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അഞ്ചാമത്തേലോട്ട് പോവാം. അഞ്ചാമത്തേലും സെയിം തന്നെയാണ്, ഫോട്ടോയും നെയിമും നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത് 5 നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. ഇനി മേളത്തെ ആരോയിൽ പോയി ഡൗൺലോഡ് കൊടുത്ത് നമുക്കത് സേവ് ചെയ്യാം ആ വീഡിയോ. ഓക്കെ, അത് സേവ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇൻഷോട്ട് നമുക്ക് ഇതിനകത്ത് ഓഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് എക്സ്ട്രാ ഓഡിയോ കൊടുക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻഷോട്ടിലുള്ള ഒരു വോയിസ് തന്നെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയി നോട്ട് കോപ്പിറൈറ്റ് ഓഡിയോ എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്ത വീഡിയോ കിട്ടും. ആ ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഇൻഷോട്ടിലൊരു ഓഡിയോ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കൊടുക്കുക, കോപ്പിറൈറ്റ് ഇല്ലാത്തതായിട്ട് അനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇൻഷോട്ടിൽ ഓഡിയോ ഒക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാകും. കോപ്പിറൈറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഇൻട്രോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിട്ട് ഇൻട്രോ ആയിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.